ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ സാൻഡ്ര. വെൽക്കം ടു സാൻഡീസ് കോർണർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഈ പാൻഡമിക്കൊക്കെ ആയിട്ട് വെളിയിൽ പോകാനേ ഒത്തിട്ടില്ല. പക്ഷേ ഓണക്കോടി നമുക്ക് ഒഴിവാക്കാനേ പറ്റത്തില്ലല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഓൾഡ് സെറ്റ് സാരി വെച്ചിട്ടാണ് നമ്മൾ ഈ പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യുന്നത്. ഓൾറെഡി കട്ട് പീസസ് വെച്ചിട്ട് ഇതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ അതാണ്. അപ്പോൾ എല്ലാവരും അതും ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമുക്കൊരു ഓൾഡ് സെറ്റ് സാരി എടുക്കാം. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും കസവ് ഉണ്ടാവുമല്ലോ. ഒരു സൈഡിൽ ഇച്ചിരി വിടുത്ത് ഉള്ളതായിരിക്കും, ഒരു സൈഡിൽ വിടുത്ത് കുറഞ്ഞതുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏത് കസവാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൈഡ് എടുക്കാം. കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് ഇപ്പോൾ ഇത് ലെങ്ത്തൊക്കെ തീരെ കുറച്ച് മതിയായിരിക്കും. അപ്പോൾ എനിക്ക് ലൈനിങ് ഇതിന്ന് തന്നെ കിട്ടും. അപ്പോൾ വലിയ ആൾക്കാർക്കാണെങ്കിൽ ഓൾമോസ്റ്റ് ഈ സാരി ഫുള്ള് വേണ്ടി വരും. അപ്പോൾ ലൈനിങ് നിങ്ങൾ വേറെ എടുക്കേണ്ടി വരും. ഫസ്റ്റ് നമുക്കിതിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്ത് എടുക്കാം. അപ്പോൾ 3 ഇയർ ഓൾഡ് ഗേളിനായതുകൊണ്ട് ഇതിന് 20 ഇഞ്ചസാണ് ഞാനിതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. വിഡ്ത്ത് 60 ഇഞ്ചസ്. അത്യാവശ്യം നല്ല ഫ്ലെയർ കിട്ടും 60 ഇഞ്ചസ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ. സോ 60 ഇഞ്ചസാണ് വിഡ്ത്ത്. നമുക്ക് ആദ്യം ലെങ്ത്തും വിഡ്ത്തും മെഷർ ചെയ്തിട്ട് ആ ഒരു പീസ് കട്ട് ചെയ്ത് വെക്കാം. അത് ഇത്രയും വലിയ സാരി കൊണ്ട് നമുക്കല്ലാതെ പാടാണല്ലോ. നമുക്ക് ഫസ്റ്റ് അത് ആ ഒരു പീസ് മാത്രം ഇതിൽ നിന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെയാണ് നമുക്കൊരു പീസ് കിട്ടും. നമുക്കിതൊരു സൈഡിൽ വെച്ചിട്ട് ഇനി നമുക്കിതിൻ്റെ ലൈനിങ് കൂടി കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള പാർട്ടിൽ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ളൊരു ഭാഗം വരുന്നതാണ്. അപ്പോൾ 20 ഇഞ്ചസ് എടുത്തതുകൊണ്ട് അതിലും കുറവ് മതിയല്ലോ, ഒരു 1 ഇഞ്ച് ഓളം കുറവ് മതി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് അതിനായിട്ട് അത് മെഷർ ചെയ്യാം. ഒരു 19 ഇഞ്ചസ് അല്ലെങ്കിൽ 18 ഇഞ്ചസ് മതി നമുക്ക് ലെങ്ത്ത്. അതുപോലെ വിഡ്ത്ത് വന്നിട്ട് നമ്മൾ മറ്റത് 60 എടുത്തത് കൊണ്ട് അതിലും കുറവ് മതി. ഒത്തിരി കടന്നിട്ടുണ്ടെങ്കിൽ അതും പാടായിരിക്കും. അതും ഒരു 40 അല്ലെങ്കിൽ 45 ഒക്കെ മതി. നമുക്കാദ്യം അത് ആ ലെങ്ത്തിലും വിഡ്ത്തിലും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എനിക്കിതിൻ്റെ കസവും ആവശ്യമില്ല, കസവും ഉള്ളത് നല്ലതായിരിക്കില്ല. സോ അതിൻ്റെ കസവും മാറ്റി ആ പീസും കട്ട് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് കട്ട് ചെയ്യാനുള്ളത് വേസ്റ്റ് ബാൻഡാണ്. വേസ്റ്റ് ബാൻഡിനായിട്ട് ഇതേപോലെ ഒരു രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുള്ള ഒരു ഫോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് മാർക്ക് ചെയ്യാം. 2.5 ഇഞ്ചസാണ് ഇതിൻ്റെ വിഡ്ത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നത്. 1/2 ഇഞ്ചസ് നമുക്ക് സീം അലവൻസും 2 ഇഞ്ചസ് വേസ്റ്റ് ബാൻഡിൻ്റെ വിഡ്ത്തുമാണ്. അപ്പോൾ നമുക്കതങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് വേസ്റ്റ് എത്രയാണെന്ന് അളക്കുക. അപ്പോൾ ഇത് ഞാൻ ഹുക്കൊന്നും വെക്കുന്നില്ല. ഈവൻ ഹുക്ക് പോലും എനിക്ക് വാങ്ങിക്കാൻ ഒത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വള്ളി മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ സ്കേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രയാണോ വേസ്റ്റ് വേണ്ടത്, ഇതിപ്പോൾ ഞാൻ ഇവിടെ 20 തന്നെയാണ് വേസ്റ്റ് എടുക്കുന്നത്. ഫുൾ അതായത് ഓൾ റൗണ്ട് വേസ്റ്റ് 20 ആണ് വേണ്ടത്. അതായത് കറക്റ്റ് എത്രയാണോ വേസ്റ്റ് വേണ്ടത് ആ കറക്റ്റ് അത്ര മതി. നമുക്ക് ഒട്ടും കൂടുതൽ ആവശ്യമില്ല. ഒരു 1/2 ഇഞ്ച് മാത്രം ഒരു കൂടുതൽ ഇട്ടാൽ മതി, അല്ലാതെ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തെടുത്താണിത്. ഇനി നമുക്ക് ഇത് നമ്മുടെ ഒറിജിനൽ പീസാണ്. ഇതെങ്ങനെയാണ് വേസ്റ്റ് ബാൻഡിൽ പ്ലീറ്റ്സ് ഇട്ടിട്ട് ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കിതിനെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ആ ഫോൾഡൻസിലെല്ലാം ഓരോ നോച്ചസ് ഇട്ട് കൊടുക്കാം. നമുക്കത് അളവ് അറിയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ വേസ്റ്റ് ബാൻഡ് എടുത്തിട്ട് വേസ്റ്റ് ബാൻഡും 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട്, ഓൾറെഡി ഇത് ഡബിൾ ഫോൾഡിലാണുള്ളത്, മീൻസ് ലെങ്ത് വൈസ്. ഇനിയിപ്പോൾ നമുക്കതിൻ്റെ വിഡ്ത്ത് വൈസും കൂടെ 4 നോച്ചസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ നോച്ചസ് തമ്മിലാണ് ഈ ഫസ്റ്റ് നോച്ചസിൽ ഈ 4ആയിട്ട് പിന്നെ നമ്മൾ ഒറിജിനൽ പീസ് മടക്കിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ഫസ്റ്റ് ഫോൾഡ് ആദ്യത്തെ നോച്ചസിൽ ഫുള്ള് പ്ലീറ്റ്സ് ഇട്ട് പിടിപ്പിക്കുക. അതുപോലെ സെക്കൻഡ് ഫോൾഡ് രണ്ടാമത്തെ നോച്ചസിനകത്ത് പിടിപ്പിക്കുക. അങ്ങനെ അതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടാവും. നമുക്ക് എത്ര വേണം എടുക്കാൻ എന്നുള്ളതിൻ്റെ എളുപ്പമുണ്ടാവും. ബട്ട് നിങ്ങളിതിപ്പം കറക്റ്റ് ഇതിപ്പം ഈ ഞാൻ പറഞ്ഞ ഈ സെയിം അളവാണ് എടുത്തിട്ടുള്ളതെങ്കിൽ കറക്റ്റ് തന്നെയായിരിക്കും കേട്ടോ. ഫുൾ പ്ലീറ്റ്സ് ഇട്ടാലും കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ കാണുന്നത് പോലെ ഓരോ നോച്ചസിൽ, ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ, ഓരോരോ ലെയർ ആയിട്ടുള്ളത്, ഓരോ ലെയർ ഓരോ നോച്ചസിൽ വരുന്നത് പോലെ പ്ലീറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ്. ഇതിപ്പോൾ ഫുള്ളായിട്ട് നല്ല വീതിയുള്ള പ്ലീറ്റ്സ് തന്നെ ഇട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. വേസ്റ്റ് ബാൻഡിൽ നമ്മുടെ ഒറിജിനൽ പീസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് ഇതിൽ അറ്റാച്ച് ചെയ്യണം. ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പം ഇത്രയും വലിയ ഗാദേഴ്സ് പ്ലീറ്റ്സ് ഇടേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ ഗാദേഴ്സ് ഇട്ട് കൊടുത്താൽ മതി. അത്ര നമ്മൾ ഈ 60 ഇഞ്ചസ് ഒന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ചെറിയ ഗാദേഴ്സ് കുറേ ഇച്ചിരി സ്പേസ് വിട്ട് ഗാദേഴ്സ് ഇട്ടിട്ട് നമുക്കിത് ഫുള്ളും അടിച്ചെടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് സൈഡ് സീംസ് ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ജോയിൻ ചെയ്തെടുക്കാം.
അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ സ്കേർട്ടിന് നമ്മൾ ഹുക്ക് വെക്കുന്നില്ലല്ലോ, വള്ളിയാണല്ലോ വെക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള വള്ളി തയ്യാറാക്കാം. അതിനായിട്ട് 19.5 ലെങ്ത്തും 2 ഇഞ്ചസ് വിഡ്ത്തിലും ഇതുപോലത്തെ 2 പീസസ് എടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒരു സൈഡിൻ്റെ ലെങ്ത് വൈസും ഒരു സൈഡ് വിഡ്ത്ത് വൈസും സ്റ്റിച്ച് ചെയ്യുക. ഒരു സൈഡ് ഫോൾഡഡ് എൻഡാണ്, ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ രണ്ടും അങ്ങനെ ചെയ്യും. അപ്പോൾ ആ വള്ളി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ എങ്ങനെയാണ് ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ഇതിപ്പം തിരിച്ചാണ് കേട്ടോ ഈ സ്കേർട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നല്ല ഭാഗത്ത് വള്ളി വെച്ച് നല്ല ഭാഗത്തേക്ക് ഇത് ഫോൾഡ് ചെയ്ത് മടക്കുക. ഇപ്പോൾ ഈ കാണുന്നത് പോലെ അത് റൈറ്റ് സൈഡിലേക്കാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന ഭാഗം റോങ് സൈഡാണ്, അപ്പോൾ അത് റൈറ്റ് സൈഡിലാണ് നമ്മളിത് വെക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ മറ്റേ പീസും അതേപോലെ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ മറ്റേ സൈഡും ഇതേപോലെ തന്നെ വെച്ചിട്ട് റൈറ്റ് സൈഡിലേക്ക് നടുക്കിത് വെച്ച് റൈറ്റ് സൈഡിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ അതും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ തിരിച്ചിടാം. അപ്പോൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് നമ്മുടെ ആ വള്ളി അവിടെ അറ്റാച്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് അത് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേസ്റ്റിൽ കറക്റ്റായിട്ട് നിൽക്കും. ബിക്കോസ് നമ്മൾ കറക്റ്റാണല്ലോ വേസ്റ്റ് ലെങ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കതിനെ ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അത് ഫോൾഡ് ചെയ്തിട്ട് ആ പ്ലീറ്റ്സിൻ്റെ മേളിൽ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. റൗണ്ടിലത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സ്കേർട്ട്. ഇനിയിപ്പോൾ ഇതിലൊന്നും ചെയ്യാനില്ല, ഇത്രയേ ഉള്ളൂ. ഇത്ര ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് ഈ സ്കേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നല്ലതായിട്ട് പ്ലീറ്റ്സൊക്കെ വന്നിട്ടുണ്ട്. ഫുള്ളായിട്ടും പ്ലീറ്റ്സൊക്കെ നല്ല എന്താ പറയുക, നല്ല ഫ്ലെയർ ഉണ്ട് ഇതിന്. ഈ സെയിം അളവിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലെയർഡായിട്ട് തന്നെ ഇത് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത് കട്ട് പീസസ് വെച്ചിട്ടാണ്. അത് ഇതിന് മുമ്പത്തെ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.